അയ്യോ ഈ പ്രധാന അതിഥി വരാതെ പരിപാടി തുടങ്ങാൻ പറ്റില്ലല്ലോ ലീന. നീ സാധാരണ എല്ലാം ഉടക്കാണ്, പക്ഷെ ഇതെന്താണ് സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് എല്ലാവരും കാണണം. പ്രത്യേകിച്ച് ഞാൻ ഇപ്പൊ ഇവിടെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നേ ഉള്ളൂ. ഇതാണ് കോമഡി മാസ്റ്റേഴ്സ് ആൻഡ് ഫ്ലോർ. ഞാൻ പറഞ്ഞ ആൾക്കാരാണ് ഇരിക്കുന്നതൊക്കെ. കണ്ടായിരുന്ന എല്ലാവർക്കും ഹായ് കൊടുക്ക്. ഇത് അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ഒരു ഏലിയനാണ്. ഏലിയൻ അന്യഗ്രഹത്തിൽ നിന്ന് വന്നത്, അല്ലാതെ ഞാൻ ചാർജ് കൂട്ടുന്ന വേഷം കെട്ടിക്കൊണ്ട് വച്ചേക്കുന്നതല്ല. മനസ്സിലായില്ലേ? ഹായ്. ഹലോ. ഈ ഏലിയന്റെ പേരാണ് മനോജ് നെടുമങ്ങാട്. എന്താ മനോജ് നെടുമങ്ങാടോ? വേണമെങ്കിൽ നെടുമങ്ങാട് മനോജ് എന്നും പറയാം. സത്യത്തില് ഇവന്റെ പേര് ഞാൻ മനോജ് എന്നാക്കാൻ ഒരു കാരണമുണ്ട്. ആ പേരെന്ന് പറഞ്ഞടാ. മനോജ് അല്ലേ നല്ലത്? അതല്ലേ നല്ലത്? ഇത് ചെറുത്. ഇത് ഇവന് സ്ഥലത്തിന് ഒരു പേരുണ്ട്, 1.5 ഏക്കർ നീളത്തില്. അതുകൊണ്ട് അത് നെടുമങ്ങാടാക്കി. അപ്പൊ ഇനി ഷോ തീരുന്നവരെ നീ മനോജ് നെടുമങ്ങാട് എല്ലാരും അങ്ങനെ വിളിക്കാവേ. മനോജ് നെടുമങ്ങാട്. വന്നതിന് ഒരു പ്രധാന കാര്യമുണ്ട്. അതായത് ഇവന്റെ നാട്ടിൽ ആർക്കും ചിരിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ നാട്ടിലാണല്ലോ ചിരിയുള്ളത്. ഞാൻ പറഞ്ഞു ആ നാട്ടില് ഇവന്റെ ഉണ്ട് മറ്റേ ഫയർ അടിക്കുന്ന ഒരു മിഷൻ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ അവന്റെ നാട്ടില് ആൾക്കാർക്ക് ചിരിക്കണം. ആ ചിരി പഠിക്കാൻ വേണ്ടി, മിമിക്രി പഠിക്കാൻ വേണ്ടി ഇവൻ കേരളത്തിലേക്ക് വന്നു. വേറൊരു കാര്യം, ഇവൻ ഇങ്ങനെ നിൽക്കുന്നത് വിചാരിച്ചിട്ട് ഇവന് കഴിവില്ലാത്ത ഒരുത്തനാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരുപാട് കഴിവുള്ള ഒരു പയ്യനാണിത്. ഇപ്പൊ ഒരു കഴിവ് കാണിച്ചത് എനിക്കിവൻ പയ്യൻ മനോജ് നെടുമങ്ങാട്. ഇവന്റെ ഒരു ഭയങ്കര കഴിവ്. ശ്വേത ചേച്ചി, അതാണ് ശ്വേത മേനോൻ. വലിയ പുള്ളിയാണ് സിനിമയുടെ ഇപ്പം. അയ്യോ ചേച്ചി കണ്ടിന്യൂ. ശ്വേത മേനോൻ, ഇന്ത്യൻ ആക്ട്രസ്, മോഡൽ, മലയാളികളുടെ സ്വന്തം രതി ചേച്ചി. വയസ്സ് മാത്രം പറയരുത്. ലോൺ എടുത്താണ് വെപ്പൂല് വെച്ചേക്കണെങ്കിലും ഞങ്ങളുടെ മനസ്സിൽ നിന്നും ചേച്ചിക്ക് 18 വയസ്സേ ഉള്ളൂ. ആ വിഗ്രഹം നീ തറയിട്ട് ഉടച്ചുകളയല്ലേ. വയസ്സ് പറയല്ലേ കേട്ടാ മനോജ്. ഇരിക്കുന്ന ചേച്ചി കണ്ട ശ്രീവിദ്യ ചേച്ചി, ഈ ചേച്ചിക്ക് ബുദ്ധിയുണ്ടോ എന്നൊന്ന് പറയൂ. ഏലിയൻ അണ്ടെണ്ണ ഗൂഗിൾ മാപ്പ് കണക്ക് കറങ്ങി. എന്റെ പൊന്നെണ്ണ, ഈ ബഹിരാകാശത്ത് പോലും അന്യഗ്രഹത്തിൽ പോലും ഉത്തരവില്ലാത്തൊരു ചോദ്യം നിങ്ങളുടെ ഈ കൊച്ചു ചെറുക്കനോട് ചോദിച്ചാൽ അവൻ കിടന്ന് അവന്റെ ചാർജ് തീർന്ന് വീഴും. അതൊന്നും ചോദിക്കല്ലേ? കാര്യങ്ങളൊന്നും വേണ്ട, ഒന്നുമില്ല. അവൻ ഇവിടെ വന്ന് മക്കൾ വാടാ. എടാ എലിയ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അതാണ് പക്രുച്ചേട്ടൻ. ഈ ഇരിക്കുന്ന ആളെ പരിചയമുണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. തിരിച്ചേട്ടനെ അറിയാവോ? അതിങ്ങനെ എയറിൽ പോകാറല്ലേ? എയറിൽ പോകുന്ന സമയത്ത് അവിടെ അതറിഞ്ഞില്ലേ? ഇവൻ വേറൊരു അറിവും കൂടെ തന്നായിരുന്നു. പുള്ളി അവിടെ ഒരു 2 BHK ഫ്ലാറ്റ് കൊടുത്ത് കാര്യം ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോ അവിടെ ഹോട്ടൽ ബില്ല് ഒരുപാട് ആവും തന്നു. അതായത് ഇപ്പൊ ഇവന് വേണ്ടത്, ഇവന് മിമിക്രിയിൽ ആദ്യാക്ഷരം കുറിക്കണം. കറക്റ്റ് സ്ഥലത്താണ് ഏലിയൻ വന്നിരിക്കുന്നത്. അല്ലല്ല, മിമിക്രിയിൽ ധർമ്മചേട്ടൻ എന്നെക്കാട്ടിലും എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ? മിമിക്രിയുടെ എഴുത്തച്ഛൻ എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ പേരേ നമുക്കുള്ളൂ, KS പ്രസാദൻ. അതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ഒരെതിർപ്പില്ല, എതിരില്ലാതെ വിജയിച്ചു. അതെ, ബോർഡ് മാറ്റും കേട്ടോ ഇനി വീട്ടിന്റെ. പ്രസാദന്റെ വീടിന്റെ ബോർഡ് മാറും. പേര് എഴുത്തച്ഛൻ മാറും മിക്കവാറും. ഈ നമ്മളെക്കാളും ഒക്കെ സീനിയർ ആയിട്ടുള്ള ചില മിമിക്രി കലാകാരന്മാര് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. പലർക്കും അറിയില്ല ആ പേര്. അപ്പൊ അത് ഈ സമയത്ത് ഇവിടെ പറയാതിരിക്കുന്നത് തെറ്റാണ്. വേണു മാധവ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം 1932 ജനിച്ചു. അതുപോലെ അദ്ദേഹം 1961 മിമിക്രി പ്രോഗ്രാം, അന്നത്തെ നേതാക്കന്മാരായിട്ടുള്ള, അതായത് നമ്മുടെ ഉപരാഷ്ട്രപതി നീലം സഞ്ജീവ് റെഡ്ഡി, അതുപോലെ നരസിംഹറാവു, അങ്ങനെയുള്ള ആളുകളെയൊക്കെ അദ്ദേഹം ഇമിറ്റേറ്റ് ചെയ്തിരുന്നു. അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം അവിടെ തെലങ്കാന യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം മിമിക്രിക്ക് ഒരു കോഴ്സ് നടത്തിയിരുന്നു, ഡിപ്ലോമ. അപ്പൊ അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ മിമിക്രിക്ക് ഒരു കോഴ്സ് നമ്മളൊക്കെ കേരളത്തിനൊക്കെ മുമ്പ് ആന്ധ്രയിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വലിയ സത്യമാണ്. അദ്ദേഹത്തിന് പത്മശ്രീയും ലഭിച്ചിട്ടുണ്ട്. ഇത്രയും വലിയൊരു കലാരൂപമല്ലേ ഇവരൊക്കെ നശിപ്പിച്ചത്. അല്ല സുരാജേ, ഇപ്പൊ മിമിക്രിയുടെ എഴുത്തച്ഛൻ സംസാരിച്ചു പ്രസാദേട്ടൻ. ഇനി മിമിക്രിയുടെ വള്ളത്തോൾ ടിനി സംസാരിക്കും. പക്ഷെ ആ ടീമിൽ എല്ലാവർക്കും വിവരമുണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ ബൗദ്ധികമായിട്ട് സംസാരിക്കുന്നവരാ. നിങ്ങളെ പോലെ ചീഞ്ഞ സാധനമല്ല, ബൗദ്ധികമായിട്ടുള്ള. ആദ്യാക്ഷരം കുറിക്കാനുള്ള അവസരം ഞാൻ ഒരുക്കി തരാം. പ്രസാദേട്ടാ ഒന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഏലിയൻ മിമിക്രിയുടെ ആദ്യാക്ഷരം കുറിക്കാം. ഓക്കെ. നമസ്കാരം. ഹലോ, നമസ്കാരം. അല്ല, ഏലിയൻ നമസ്കാരം കൊടുത്ത സ്ഥിതിക്ക് നമുക്കിനി ആദ്യാക്ഷരം. എഴുത്തല്ല മിമിക്രിയില്ലേ? മിമിക്രി എന്ന് പറഞ്ഞാൽ ശബ്ദം നമ്മൾ അനുകരിക്കും, അത് അതേപോലെ അനുകരിക്കും. അതാണ് കറക്റ്റ്. അങ്ങനെയാണ് മനോജ്,
ആ ഒരു ശബ്ദം ഉണ്ടാക്കട്ടെ. ഉണ്ടാക്കൂ. ആദ്യാക്ഷരമല്ലേ അപ്പൊ അല്ല അവന് വിരൽ നീള കൂടുതലുള്ളത് കൊണ്ടായിരിക്കും അത് സംഭവം. ഒരു കുതിര പോകുന്ന ശബ്ദം. ആമയല്ലോ, കുതിരയാ. അല്ല തമിഴ്. ശ്രമിക്കാം. ശ്രമിക്കൂ. അയ്യോ പറ്റും. ഇല്ല, അവസാനത്തെ മറ്റേ വിളിയും കൂടെ. ഏലിയന് ശ്വാസം മുട്ടലെന്ന് പറഞ്ഞ അവിടെ നാളെ വരും. ഇപ്പൊ കുഴപ്പമില്ല, ആദ്യാക്ഷരം എന്തായാലും കുറിച്ചു. ഇനി ഇവനെ പഠിപ്പിച്ചെടുക്കാമല്ലോ. ഓക്കെ, അത്രേ ഉള്ളൂ. ഓ, സംഭവം അത് മതി. ബാക്കി ഇനി ഒരുപാട് കാര്യങ്ങൾ ഇവിടുന്ന് പഠിച്ചിറങ്ങി സൂപ്പറായിട്ട് അവിടെ പോയി ട്രൂപ്പ് വിടാം. ഓക്കെ. കൊച്ചിൻ ഏലിയൻ ട്രൂപ്പിന്റെ ഇനാഗ്രേഷൻ അങ്ങോട്ട് വന്നേക്കാം. നൈസായിട്ട് അതിന്റെ ഇടയിൽ കൂടെ ഒരു ഇനാഗ്രേഷനും പിടിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഞാനൊരു മിമിക്രി പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ മനോജ് നെടുമങ്ങാടിനെ. മനോജ് ഏതായാലും സ്വന്തം ഗൃഹത്തിലോട്ട് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു മിമിക്സ് ട്രൂപ്പ് ഇടാം.